പത്മനാഭ ഒരു സൂപ്പർ കോൾ കിട്ടിട്ടുണ്ടാ. 2020 ഇപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. നടി അഞ്ജലി നായരാണ് 2020യുടെ തൃപ്പൂണിത്തറയിലെ സ്ഥാനാർത്ഥി. മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ട്. ആർപ്പോ ഇറോ മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ട്. ചിഹ്നം ചക്കയാണല്ലോ. നല്ല ചിഹ്നമാണ്, അനുഗ്രഹം ചേർന്ന ചിഹ്നമാണ്. ഈ ആൾക്കാരുടെ അടുത്ത് എന്റെ ചിഹ്നം ചക്കയാണ് എന്ന് പറയുമ്പോഴുള്ള അവരുടെ ഒരു റിയാക്ഷനും ഭൂരിഭാഗം ആൾക്കാർ പറയും ചക്ക വേരിലും കായ്ക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. കള്ളം പറയല്ലേ? കള്ളു പിന്നെ മുഴുവനും സത്യം. മുഴുവനും സത്യമല്ല, എന്നാലും മുക്കാലും സത്യമാ. താമര എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും ചക്ക തന്നെയാണ് താമര, താമര തന്നെയാണ് ചക്ക. ചക്ക നമ്മളിങ്ങനെ പൊളിച്ചു കാണുമ്പോൾ താമരയുടെ ഇതളുകൾ പോലെ ഇരിക്കാം ആണെന്നാണ് അവർ പറയുന്നത്. ഇരട്ടകൾ. പക്ഷേ നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം. ചക്ക തോരൻ, ചക്ക കൂട്ടാൻ, ചക്ക പായസം, ചക്കാട, ചക്ക വെറും ചക്ക. നല്ല പ്രതീക്ഷ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, മെയ് 4-ാം തീയതി ഒരു സന്തോഷകരമായ ദിവസമാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനും. എൻ്റെ തൃപ്പൂണിത്തുറ മണ്ണിൽ ഓരോ പ്രദേശ നിവാസികളും എല്ലാവരും, മണ്ഡലത്തിലെ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. മോദിജിയെ ആരാധിക്കുന്ന ഒരുപാട് പേര് വളരെ ചിന്തിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് നിൽക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ജയിക്കണം, ജയിക്കും. അങ്ങനെ നിരപ്പേൽ കുടുംബം എല്ലാവരുടെയും സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നേറുകയാണ്. ഇവരെ കുറിച്ച് പറയുമ്പോൾ നാട്ടുകാർക്ക് 100 നാവാണ്. അദ്ദേഹത്തിന് മറുപടി അമ്മ പറയോ അതോ ഞാൻ സംസാരിക്കണം? ചക്ക മുറിച്ച് UDF പ്രവർത്തകരുടെ ആഘോഷം. സജീന്ദ്രന്റെ നേതൃത്വത്തിലാണ് 2020 ചിഹ്നമാണ് ചക്ക. ചക്ക മുറിഞ്ഞു. താല്പര്യമില്ല, നിങ്ങളുമായിട്ടൊരു ബന്ധത്തിന് താല്പര്യമില്ല. ഞാൻ അപ്പ മനസ്സിലാക്കി അവ തോറ്റു. അപ്പൊ ചക്ക വെട്ടി ഒരു കറി ചക്കയുടെ കാര്യത്തിൽ തീരുമാനമായി. ചക്ക മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും ചക്ക കുരു പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. വല്ലാത്തൊരു പൊട്ടലായിപ്പോയി. സാറെന്താ ഒന്നും മിണ്ടായിരിക്കുന്നത്? അണ്ണാക്കി പിരിവെട്ടിയിരിക്കണ ഒരാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോടായത്? 2020 അടപടലം. ചക്ക എല്ലാം ചീഞ്ഞുപോയി. നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം അല്ലല്ല, നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാണല്ലേ. താമര തന്നെയാണ് ചക്ക, ചക്ക തന്നെയാണ് താമര. ചക്ക തുറക്കുമ്പോൾ താമരയുടെ ഇതളുകളാന്നുള്ള രീതിയിൽ കണക്കാക്ക്. അങ്ങനെ എന്നിലേക്ക് ഫീഡ് ചെയ്ത് തരുമായിരുന്നു. അത് ഞാൻ സംസാരിച്ചു വന്ന സമയത്ത് അത് ഞാൻ പറഞ്ഞത് രീതിയിലായി. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. തോറ്റു, പക്ഷെ നല്ല അടിപൊളിയായിട്ടാണ് തോറ്റെന്നുള്ള സന്തോഷം എനിക്കുണ്ട്. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. മുമ്പുണ്ടായിരുന്നത് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വോട്ടുകൾ, ഏകദേശം 7000-ഓളം വോട്ടുകൾ കയറി. അപ്പം അത്രയും പേര് നമ്മളുടെ കൂടെ കൂടി എന്നുള്ളതാണ്, നമ്മൾ വിശ്വസിച്ചു എന്നുള്ളതാണ്. അയ്യോ, എന്തൊരു എളിമ, എന്തൊരു വിനയം. വലിയ വലിയ കലാകാരന്മാർക്ക് ഇങ്ങനെ തന്നെ. സഭ ഭരണം കിട്ടി. 2016 പോലും ഇതിലും 500-ലധികം വോട്ട് BJPക്ക് സ്വന്തം നിലയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നമല്ലോ. തീർച്ചയായിട്ടും അവസരം കിട്ടിയാൽ അടുത്ത തവണ എന്നല്ല, എപ്പോഴും മത്സരത്തിന് ഞാനുണ്ടാവും. നീ ചിന്തിച്ചാ നിന്നെ കൊണ്ട് പറ്റൂടാ. നീ മരണമാസാടാ, വേറെ ലെവലാടാ നീ. ചക്ക ജനങ്ങളിലെത്തി. ഇത് ശരിയാണ് കേട്ടോ. ആ കാര്യത്തിൽ അഞ്ജലി ചേച്ചി സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ചക്കയും കൊണ്ടുള്ള സകല കോമാളിത്തരവും നമ്മൾ കണ്ടതാണ്. ഇപ്പൊ എവിടെയെങ്കിലും ചക്ക കണ്ടു കഴിഞ്ഞാണെങ്കിൽ ആദ്യം ഓർമ്മ വരുന്നത് അഞ്ജലി ചേച്ചിയുടെ മുഖമാണ്. പല ട്രോളുകളും ഉണ്ടായിരുന്നു. ചക്ക തുറന്നാൽ താമര വരുന്നു. അത്തരം ട്രോളുകളൊക്കെ പിന്നീട് വലിയ ചർച്ചയായിട്ട് സോഷ്യൽ മീഡിയയിലുണ്ട്. ആ രീതിയിൽ ഒരു പ്രചാരണത്തിന്റെ സമയത്ത് ഒരു ജാഗ്രത കുറവ്, അല്ലെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് അത് കൈകാര്യം ചെയ്യാമായിരുന്നു തോന്നിയിട്ടുണ്ടോ? മാങ്ങയുള്ള മാവിലല്ലേ ആളുകൾ കല്ലെറിയൂ. എന്റെ വളർച്ചയിൽ അസൂയമൂത്ത ഏതോരുത്തനായിരിക്കും അത് ചെയ്തത്. അത് അവരുടെ പണി, അതാണ് കണ്ടന്റുകൾ കണ്ടുപിടിക്കുക, അത് അവർ ചെയ്തോട്ടെ. മറ്റാർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ഉയരത്തിൽ ഞാൻ എത്തിക്കഴിഞ്ഞു എന്നതിന്റെ തെളിവായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. സത്യത്തിൽ ഒരു അംഗീകാരമല്ലേ ആ കല്ലേറ്. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.